Hi friends, Anna's World എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ചിക്കൻ കട്ട്ലേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള നല്ല മൊരിഞ്ഞ ചിക്കൻ കട്ട്ലേറ്റ് ആണ്. വളരെ എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാവുന്ന വിധത്തിലാണ്. എല്ലാവർക്കും ഇത് കുട്ടികൾക്ക് വരെ ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനായിട്ട് ഞാൻ വേവിച്ച ചിക്കൻ, സവാള കൊത്തിയരിഞ്ഞത്, കിഴങ്ങ് വേവിച്ചെടുത്തത്, ഇഞ്ചി വെളുത്തുള്ളി, 2 മുട്ട, ബ്രെഡ് ക്രംസ് ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കിഴങ്ങ് ഒരു 3 വലിയ കിഴങ്ങായിരുന്നു. അത് ഞാൻ കുക്കറിലിട്ട് വേവിച്ചെടുത്താണ്. നല്ലപോലെ വെന്തതിന് ശേഷം നമുക്കതൊന്ന് ഉടച്ചെടുക്കാം. ചൂടോടെ തന്നെ കിഴങ്ങ് പുഴുങ്ങിയതിന് ശേഷം ഉടച്ചെടുക്കണം. എന്നാലേ നല്ലപോലെ നമുക്കത് ഉടഞ്ഞ് കിട്ടുള്ളൂ. മിക്സിയിലിട്ട് അടിക്കരുത്, പ്രത്യേകം ഞാൻ പറയുകയാണ്. മിക്സിയിലിട്ട് അടിച്ചാൽ നമ്മുടെ കട്ട്ലേറ്റ് ആകെ കുളമായി പോവും. ഇങ്ങനെ ഉടച്ച് തന്നെ എടുക്കണം. പിന്നെ വേവിച്ച് വെച്ച ചിക്കനാണ്, എല്ലില്ലാത്ത പീസ് നോക്കി എടുത്തിട്ട് ഞാനും അത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളി 1 ടീസ്പൂണൊക്കെ കുറഞ്ഞ അളവിൽ മതി കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി 1 ടീസ്പൂണാണ്, അത് ഒന്ന് വഴറ്റി കൊടുക്കാം. അതിലോട്ട് ഒരു സവോളയാണ് കൊത്തി എരിഞ്ഞ് വെച്ചിരിക്കുകയാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. മൂത്ത് വരുമ്പോഴത്തേക്ക് സവോള ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലോട്ട് കുറച്ച് കറിവേപ്പില ചെറിയ കഷ്ണാക്കി മുറിച്ചിട്ട് കൊടുക്കാം. നമുക്കിത് റോളാക്കി എടുക്കാനായിട്ട് വലിയ പീസൊന്നും പാടില്ല. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യമായിട്ട് 1/2 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുത്തോളൂ. ഞാൻ കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞ എരിവിലാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മസാലയാണ്. ചിക്കൻ മസാലയും 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന ചിക്കൻ, എല്ലില്ലാത്ത കഷ്ണങ്ങളായിരുന്നു നോക്കിയാണ് ഞാൻ എടുത്തത്. ഇനി നിങ്ങളുടെ കയ്യിൽ വേവിക്കാത്ത ചിക്കനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ച് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് മൂടി വെച്ച് വേവിച്ച് കൊടുത്താൽ മതി. വേവിച്ച ചിക്കൻ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരുന്ന കിഴങ്ങില്ലേ, വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന കിഴങ്ങ്, അതും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കട്ട്ലേറ്റിനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് റോൾ ചെയ്ത് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കാം. അതിന് മുന്നേ അത് മുക്കിയെടുക്കാനുള്ള മുട്ടയൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ എത്ര കട്ട്ലേറ്റാണ് എടുക്കുന്നത് അതിനനുസരിച്ച് മുട്ട എടുക്കാം. ആവശ്യത്തിന് മാത്രം കലക്കി വെച്ചാൽ മതി. ഇതിന് തികഞ്ഞില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും മുട്ട എടുത്ത് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഒത്തിരി കുറേ മുട്ട ബീറ്റ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല, അത് വേസ്റ്റായി പോവും. ഇനി നമ്മൾ നേരത്തെ മിക്സ് വെച്ചാൽ മിക്സ് ഇതേപോലെ കയ്യിലെടുത്ത് ചെറിയൊരു നാരങ്ങയുടെ വലുപ്പത്തിൽ എടുത്തിട്ട് നല്ലപോലെ ഉരുട്ടി കയ്യിൽ വെച്ച് ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം. സാധാരണ നോർമൽ കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് ഇതാണ്, ഒരു ഓവൽ ഷേപ്പ്, റൗണ്ടും അല്ല ഓവലും അല്ലാത്തൊരു ഷേപ്പ്. ആ ഷേപ്പിൽ ഞാൻ ഉണ്ടാക്കി, ആ ഷേപ്പിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനി എല്ലാം അതേപോലെ ഉണ്ടാക്കിയെടുക്കട്ടെ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ ഇതിൽ നമ്മൾ വെള്ളമൊന്നും ചേർക്കാതെ വേണം ഉണ്ടാക്കാൻ. നീണ്ടു പോകാൻ പാടില്ല, എന്നാലേ കറക്റ്റ് ആ ഷേപ്പിൽ നമുക്ക് കട്ട്ലേറ്റിൻ്റെ കറക്റ്റ് ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളൂ. ഇനി കട്ട്ലേറ്റ് എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇത് വറുത്തെടുക്കാൻ പോവാണ്. അതിന് ആദ്യം മുട്ട നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചില്ലേ, അതിലോട്ടൊന്ന് മുക്കി പിന്നെ ബ്രെഡ് ക്രംസിലോട്ട് മുക്കി. ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല എല്ലാവർക്കും. ബ്രെഡൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു പാനിൽ വെച്ച് ചൂടാക്കിയിട്ട് മിക്സിയുടെ ജാറിലോട്ടിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ബ്രെഡ് ക്രംസ് കിട്ടും. ഇനി ബ്രെഡ് ഇല്ലാന്നുണ്ടെങ്കിൽ റസ്കിൻ്റെ പൊടിയായാലും മതി. റസ്ക് ഇതേപോലെ മിക്സിയുടെ ജാറിലോട്ടിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. 2 ഡബിൾ കോട്ട് ചെയ്യുന്നുണ്ട്. ഡബിൾ കോട്ട് ചെയ്യണ നിർബന്ധമൊന്നുമില്ല, നല്ലൊരു കോട്ടിങ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡബിൾ കോട്ട് ചെയ്തത്. ഒറ്റ പ്രാവശ്യം മുക്കിയാലും മതി. ഒരു പാൻ വെച്ച് അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഞാനത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. നമ്മൾ മുങ്ങി കിടക്കുന്ന വിധത്തിൽ എണ്ണയൊന്നും ഒഴിച്ചെടുക്കേണ്ടത്, എല്ലാം വെന്തതാണ്. തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് ഷാലോ ഫ്രൈ ചെയ്താൽ മതി. 2 പ്രാവശ്യം ആണ് ഞാനിത് മുക്കിയെടുക്കുന്നത്. 2 പ്രാവശ്യം മുക്കിയെടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഞാൻ അങ്ങനെ മുക്കിയെടുത്തു എന്നേ ഉള്ളൂ. ഇനി എല്ലാം നമുക്ക് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം. എണ്ണ ചൂടായതിന് ശേഷം തീ കുറയ്ക്കണം, ലോ ഫ്ലെയിമിലോട്ട് ആക്കണം. അല്ലെങ്കിൽ നമ്മൾ ആദ്യം ഇട്ടത് ഇങ്ങനെ മുക്കി എടുക്കുമ്പോഴത്തേക്ക് ആദ്യം ഇട്ടത് കരിഞ്ഞു പോവും.
അപ്പോൾ ആദ്യം ഇട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. പെട്ടെന്നായി കിട്ടുന്നതെല്ലാം വെന്തമായതുകൊണ്ട് ബ്രെഡ് ക്രംസ് പെട്ടെന്ന് മുരിഞ്ഞ് വരും. പുറമേ ഒന്ന് മുരിഞ്ഞ് വന്നാൽ മതി, പെട്ടെന്നായി കിട്ടും നമുക്ക്. അപ്പോൾ പെട്ടെന്ന് നമുക്കിത് കോരിയെടുക്കാം. കുറേ സമയം വേണ്ട, അത് ഷേപ്പാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്നായി കിട്ടും കട്ട്ലേറ്റ്. അപ്പോൾ എല്ലാം ഇതേപോലെ ഞാൻ ഉണ്ടാക്കിയെടുക്കട്ടെ ഇനി. അപ്പോൾ കട്ട്ലേറ്റ് എല്ലാം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലേറ്റ് ചൂടോടെ നമുക്ക് ടൊമാറ്റോ സോസും കൂട്ടി കഴിക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അടിപൊളിയാണ്. നമ്മൾ വീട്ടിൽ ചിക്കനൊക്കെ മേടിക്കുന്ന ദിവസം ചിക്കൻ ബാക്കി വരുന്ന ചിക്കൻ കൊണ്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. വളരെ ഈസിയിൽ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ ഇതേപോലെ വെറൈറ്റി ആയിട്ട് കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കും. നമ്മൾ ഹോട്ടലിൽ നിന്ന് സ്ഥിരം മേടിച്ച് കഴിക്കാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ